ഹായ് വ്യൂവേഴ്സ്, ഐ ആം പ്രീത. കാതിലോലയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വിവിധ മെറ്റീരിയലിൽ ഒറ്റപ്പെട്ടിട്ടുള്ള കുറച്ച് ആർട്ടിക്കിൾസ് കാണാം. അത് വളരെ ലെങ്തി ആയിട്ടുള്ള കുർത്തീസും അതിലുണ്ട്. നല്ല ഹൈറ്റുള്ളവർക്ക് എപ്പോഴും ആവശ്യപ്പെടുന്നതാണ്. പതിവ് പോലെ അത് 48 സൈസ് ഒക്കെ ഉള്ളതുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്കത് പരിചയപ്പെടാം. 2 പീസ് കുർത്തിയാണ്. നല്ല മെറൂൺ ഷെയ്ഡാണ്. മെറൂൺ ആൻഡ് കാപ്പി കളർ, ഒരു ബ്രൗണ് ചേർന്നിട്ടുള്ള ഒരു കളറാണ്. ഒരു വൈൻ കളർ എന്ന് തന്നെ പറയാം. ഇത് 2 പീസാണ്. ജർമ്മൻ റയോണിൽപ്പെട്ടുള്ളതാണ്. ജർമ്മൻ റയോണാണ് ഈ മെറ്റീരിയൽ. ഭയങ്കര നല്ല ക്വാളിറ്റിയാണ്, വളരെ നല്ല ക്വാളിറ്റിയാണ്. ഹെവിയാണ്, പക്ഷെ ഭയങ്കര ഫ്ലോ ആണ്. കണ്ടില്ലേ, ആ ഒരു കമ്പനിയുടെ എന്തായാലും അതിൻ്റെ ക്വാളിറ്റി കാണിക്കുന്നുണ്ട്. നല്ല സ്റ്റൈലിഷ് പീസാണ്. താഴെയായിട്ട് ഇവിടെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ലേസ് ഉണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈനാണ് ഇവിടെയൊക്കെ വന്നിട്ടുള്ളത്. വളരെ ഒതുക്കത്തോടു കൂടിയിട്ട് ഇവിടെ ആവശ്യത്തിന് മാത്രമായിട്ടുള്ള ഹാൻഡ് വർക്കാണ് വന്നിട്ടുള്ളത്. സീക്വൻസ് വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ ലേസും വന്നിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു വി പോലെ ഉണ്ട്, ഓപ്പണിങ് പോലെ. റൗണ്ട് നെക്കാണ്. ചുറ്റും കഴുത്തിന് ചുറ്റും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ലേസാണ് പിടിപ്പിച്ചിട്ടുള്ളത്. 3 സ്ലീവ് ഇങ്ങനെ വരും. 2 പീസാണെന്ന് പറഞ്ഞല്ലോ. ഒരു എ ലൈൻ കുർത്തിയാണിത്. 2 സൈഡും പോക്കറ്റ് ആയിട്ടുള്ള എ ലൈൻ കുർത്തി. 2 സൈഡും പോക്കറ്റാണ്. വളരെ ലെങ്തിയാണ്, നല്ല ലെങ്താണ്. 2 വശത്തും ചെറിയൊരു ടെയിൽ പോലെ വന്നിട്ടുണ്ട്. മിഡിൽ പോർഷനിൽ ലേശം കയറിയിട്ടാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ഒരു ഡിസൈൻ വരുന്നത്. വളരെ സോഫ്റ്റാണ്, ഹെവിയാണെന്ന് പറഞ്ഞല്ലോ. അതുമാതിരി നല്ല ഫ്ലോ ഉള്ള ഒരു കുർത്തിയാണ്. ബാക്ക് പോർഷൻ, ബാക്കിൽ ഇങ്ങനൊരു റൗണ്ട് ഷേപ്പിൽ ഒരു ഡിസൈൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫോയിൽ പ്രിന്റ്, വളരെ അകലത്തിൽ വളരെ അപൂർവമായിട്ട് അവിടെ ഇവിടെയൊക്കെ നമുക്ക് നല്ലൊരു ഫോയിൽ പ്രിന്റിൻ്റെ വർക്കും കൂടി കാണാൻ പറ്റും. നല്ല ലെങ്തിയാണ്. ഈ മിഡിൽ പോർഷനിൽ ലേശം കയറിയിട്ട് 2 ഭാഗത്തും ലേശം ഒരു ടെയിൽ പോലെ ഇങ്ങനെ നിൽക്കുന്നതാണ് ഈ കുർത്തിയുടെ സ്റ്റൈൽ എന്ന് പറഞ്ഞല്ലോ. പിന്നെ പാൻറ് ലൂസായിട്ടുള്ള നല്ല വൈഡായിട്ടുള്ള പലാസോ ആണ്. വിത്ത് നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ഡിസൈനായിട്ട് ഇങ്ങനെ ഡിസൈൻ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു പലാസോ ആണ്. ലൂസ് പലാസോ ആണ് ഇതിന് പെയർ ചെയ്തിട്ടുള്ളത്. സ്റ്റൈലിഷ് പീസാണ്, കുറച്ച് റയറാണ്. ഇങ്ങനെയുള്ള പീസുകൾ കാണുമ്പോൾ ഗ്രാബ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ക്വാളിറ്റി കൊണ്ടും അതിൻ്റെ ആ സ്റ്റൈൽ കൊണ്ടും നമ്മളെ ആകർഷിക്കുന്ന ചില കുർത്തികളാണ് ഇതൊക്കെ. മീഡിയം, ലാർജ്, XL, XXL, XXL എന്നുള്ള സൈസിലൊക്കെ കിട്ടും. ഇതിൻ്റെ തന്നെ ഒരു ബ്ലാക്ക് ഷെയ്ഡും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. സെയിം ഡിസൈനിൽ തന്നെ വരുന്നതാണ്. ഡിസൈൻ ഒന്നാണ്, അതിൻ്റെ ആ ഒരു കളർ ഷെയ്ഡ് മാത്രമേ വ്യത്യാസമുള്ളൂ. ഒരു ലൈറ്റ് ബ്രൗൺ കളർ പോലെ വരും ഇതിൽ. അത് ബ്ലാക്കിൽ വരുമ്പോൾ നല്ലൊരു സ്റ്റൈൽ, പ്രത്യേക ഒരു ലുക്ക് വരുന്നതാണ്. ഇവിടെ എല്ലാം ഹാൻഡ് വർക്കാണ്. മറ്റേ നമ്മൾ കണ്ടിട്ടുള്ള വൈൻ കുർത്തിയിലും അതേപോലെ തന്നെയാണ് ഹാൻഡ് വർക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ നല്ല സ്റ്റൈലായിട്ടുള്ള ഹാൻഡ് വർക്ക് വന്നിരിക്കണം. സ്ലീവ് ഇങ്ങനെ നല്ല സ്റ്റൈൽ സ്ലീവാണ്. സൈഡിൽ സ്ലിറ്റാണ്, നല്ല ലെങ്തിയാണ്. സൈഡിൽ ഇതിൻ്റെയും അതുപോലെ തന്നെ മിഡിൽ പോർഷൻ ലേശം ഉയർന്നിട്ട് വളരെ കുറച്ച് ഉയർന്നിട്ടുള്ള ഒരു ഡിസൈനാണ്. മീഡിയം, ലാർജ്, XL, XXL, XXL എന്നുള്ള സൈസിലൊക്കെ കിട്ടും. സോ പാൻറ്റ് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള പാൻറ്റ്, അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ആ ഒരു പ്രിൻറ്റ് അടിഭാഗത്തായിട്ട് വരുന്നത്. നല്ല സ്റ്റൈലിഷ് പീസാണ്. രണ്ടും നല്ല അടിപൊളി കളറാണ്. ഗ്രാബ് ചെയ്യാൻ ശ്രമിക്കുക. സൈസുകൾ വേഗം തന്നെ ചോദിച്ച്. പ്യുവർ കോട്ടണിലുള്ള 2 പീസ് കുർത്തിയാണ്. നല്ല ഒരു സ്റ്റൈൽ ആൻഡ് പ്രിൻ്റാണ് ഇതിൽ. ഒരു മയിലിൻ്റെ ചിത്രമൊക്കെയാണ് വരുന്നത്. ഒരു ബൂട്ട പോലെയുള്ളതിൽ മയിലിൻ്റെ പ്രിൻ്റായിട്ട് വരണം. 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്ത് ഡെയിലി വെയറിന് പറ്റിയിട്ടുള്ള ഡ്രസ്സാണ്. അറ്റത്ത് ലേസ് ഇങ്ങനെ ഒരു വി ഷേപ്പാണ് അതിൻ്റെ നെക്ക് പോർഷൻ വരുന്നത്. നല്ല സ്റ്റൈൽ ആൻഡ് പീസാണ്. സൈഡിൽ സ്ലിറ്റുള്ള ടൈപ്പാണ്. അത്യാവശ്യത്തിന് കട്ടിയൊക്കെ ഉള്ള ഒട്ടും ട്രാൻസ്പെറൻ്റ് ഒന്നുമല്ല. നല്ല ധൈര്യമായിട്ട് തന്നെ ഉപയോഗിക്കാം. ബാക്ക് പോർഷൻ സെയിം ഡിസൈനിൽ തന്നെ വരണു. അതുപോലെ തന്നെ ഇതാണ് അതിൻ്റെ പാൻറ് വരുന്നത്. പാൻറ് അത്യാവശ്യം ലൂസോട് കൂടിയിട്ട് ഒരു ചെറിയൊരു പലാസോ മോഡൽ തന്നെയാണ്. അല്ല, പലാസോ ആയിട്ട് തന്നെ എന്ന് പറയാം. ഇങ്ങനെയാണ് വരുന്നത്. 2 പീസ് ആയതുകൊണ്ട് ഒരു സ്റ്റൈൽ ആൻഡ് പീസായിട്ട് മാറുമ്പോൾ ഇങ്ങനെ ഒരു പലാസോ പോലെ വന്നാൽ അത് നല്ലതാണ്. അത് കൂടുതലൊരു നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളായിട്ട് അത് മാറും. അപ്പോൾ ഇത് മീഡിയം, ലാർജ്, XL, XXL എന്നുള്ള ഡിസൈസിലൊക്കെ നമുക്ക് ഇപ്പോൾ കൊടുക്കാൻ പറ്റുന്നതാണ്.
ഇത് ഒരു പ്രത്യേക മെറ്റീരിയലാണ്. ഓർഗാനിക് ലിനൻ എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയലിൽ തയ്യാറാക്കിയിട്ടുള്ള 3 പീസ് കുർത്തിയാണ്. ഓർഗാനിക് ലിനൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ സോഫ്റ്റാണ്. വളരെ നല്ല സോഫ്റ്റും വളരെ നമുക്ക് ധരിക്കാൻ വളരെ സുഖം തോന്നുന്ന ഒരു മെറ്റീരിയലാണ്. അതിൻ്റെ വർക്ക് ഫുള്ളായിട്ട് ഇതിന് സ്റ്റോൺ വർക്കാണ് വന്നിരിക്കുന്നത്. മുകൾ ഭാഗം തൊട്ടിട്ട് താഴെ വരെ നമുക്ക് ഒരു സ്റ്റോൺ വർക്ക് കാണാം. അതുമാതിരി നല്ല സുന്ദരമായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ലേസും ഇതിൽ ഉടനീളം പോയിട്ടുണ്ട്. 3/4 സ്ലീവാണ്. സ്ലീവ് ലൈനിങ് ഇല്ല. ഉള്ളിൽ ലൈനിങ്, കോട്ടൻ്റെ ലൈനിങ്, നല്ല ലൈനിങ് വെച്ചിട്ടുണ്ട്. സൈഡിൽ സ്ലിറ്റുള്ള ടൈപ്പാണ്. ഇതാണ് ആ ഒരു കുർത്തിയുടെ ഒരു സ്റ്റൈൽ. ഒരു പാകിസ്ഥാനി മോഡൽ എന്ന് പറയാം. ഈ നെക്ക് പോർഷനൊക്കെ നല്ല സ്റ്റൈലാണ്. ഡിസൈൻ കൊണ്ടും അതുപോലെ തന്നെ ആ സ്റ്റോണിൻ്റെ ഒരു ഷൈനിങ് കൊണ്ടും നല്ല സുന്ദരമാണ്. സ്റ്റോണിൻ്റെ വർക്ക് ഇല്ലാതെ മാത്രം നല്ല സ്റ്റൈലിഷാണ്. ബാക്ക് ഭാഗവും പാൻറ് സെയിം ഒരു സിൽക്ക് ഫാബ്രിക്കിൽ പെട്ടിട്ടുള്ളതാണ്. ഇതൊരു സിൽക്കിൽ പെട്ടിട്ടുള്ളതാണ്. പാൻറ്റിൻ്റെ അറ്റത്ത് ഇതുപോലെ നല്ല ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ലേസൊക്കെ വെച്ചിട്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള പാൻറ്റാണ്. സെയിം കളർ ടോൺ തന്നെ വന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ദുപ്പട്ട ഇങ്ങനെയാണ് ദുപ്പട്ട. നല്ല സ്റ്റൈലൻ ദുപ്പട്ട നോക്കൂ. ഇതാണ് അതിൻ്റെ ഒരു സ്റ്റൈൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഓവറോൾ ലുക്ക് പറയുമ്പോൾ അതൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു പീസ് തന്നെയാണ്. ഈ ഒരു റയർ ഷെയ്ഡാണ് ഇതിൻ്റെ. ഒരു ഫോറസ്റ്റ് ഗ്രീൻ, അതാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള കളറ്. ഫോറസ്റ്റ് ഗ്രീൻ എന്ന് പറയുന്ന ഒരു പച്ചയാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഒരു കളർ പറയുന്നത്. അപ്പോൾ ആ ഒരു അതിലൊരു ബ്ലാക്കും കൂടിയിട്ട് കളർന്നിട്ടുള്ള നല്ല സ്റ്റൈലൻ പീസാണ്. ഇത് മീഡിയം, ലാർജ്, XL, XXL എന്നുള്ള സൈസിൽ കിട്ടും. അധികം നമ്മുടെ കയ്യിൽ അവൈലബിലിറ്റി ഇല്ല. അത് കാരണം കൊണ്ട് വേണ്ടവർ വേഗം തന്നെ ചോദിച്ച് കരസ്ഥാക്കാം. 2 പീസ് കുർത്തിയാണ്. നല്ല ഒരു നീല കളറിൽ ഒരു ചിക്കു കളർ, അതുപോലെ തന്നെ ഒരു ക്രീം ഷെയ്ഡ് എന്ന് പറയാം. ക്രീം ഷെയ്ഡായിട്ടുള്ള ഇതാണ്. ചെറുതായിട്ടുള്ള ഇവിടെ 2 ചെറിയൊരു ഗ്യാതറിങ്സ് പോലെ വന്നിട്ടുണ്ട്. വീനെക്കാണ് ഒരു നെക്ക് പോർഷനിൽ വന്നിരിക്കുന്നത്. അതുപോലെ ലേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഷാർപ്പ് വി പോലെയാണ് വരുന്നത്. 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്തും ക്രോഷ്യോ ലേസ് വന്നിട്ടുണ്ട്. ബാക്ക് പോർഷൻ ഇങ്ങനെയാണ്. എ ലൈൻ പോലെയാണത്. എ ലൈൻ പോലെയുള്ള കുർത്തിയാണ്. സൈഡിൽ സ്ലിറ്റ് ഉണ്ട്. അത്യാവശ്യം കട്ടിയുള്ള തുണിയാണ്. നല്ല പ്രീമിയം കോട്ടൺ തന്നെയാണ്. ബാക്ക് പോർഷനും സെയിം ഡിസൈനിൽ തന്നെ വന്നിരിക്കണം. അതുപോലെ തന്നെ 2 പീസ് ആയതുകൊണ്ട് പാൻറ്റും സെയിം ഒരു കോഡ് സെറ്റ് തന്നെ ഇതിനെ പറയാം. ഒരു പുതിയ തരം കോഡ് സെറ്റ് പോലെ ഇത് പറയാം. അതിലും ഇത് ഇങ്ങനെ കുറച്ച് ലൂസായിട്ടുള്ള ഒരു പാൻറ്റാണ് ഇതിന് മാച്ച് ചെയ്തിട്ടുള്ളത്. സെയിം കളർ ടോണും സെയിം ഡിസൈനും ഒക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ഒരു കോഡ് സെറ്റ് എന്ന് തന്നെ പറയാം. അങ്ങനത്തെ ഒരു ഇതിൽ പെടുന്നതാണ് ഈ ഒരു ആർട്ടിക്കിൾ. ഇത് മീഡിയം, ലാർജ്, XL, XXL എന്നുള്ള സൈസിലെല്ലാം ലഭ്യമാണ്. ഇത് ടിഷ്യൂ ഷിമ്മറിൽ പെടുന്നതാണ്. ഫാബ്രിക് ഈ ഒരു നെക്ക് പോർഷൻ നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി, അതുപോലെ തന്നെ കട്ട് ബീഡ് വർക്കൊക്കെ വന്നിട്ടുള്ള നല്ല സുന്ദരമായിട്ടുള്ള ഒരു കളറാണ്. ബ്രിക്ക് കളറാണത്. ഒരു ബ്രിക്ക് റെഡ് കളറാണ്. ഒരു റെഡും ബ്രിക്ക് റെഡ് കലർന്ന ഒരു കളറാണ്. സ്ലീവിൽ അതാ ഇങ്ങനെ ഡിസൈനൊക്കെയാണ് വന്നിട്ടുള്ളത്. സ്ലീവ് നല്ല സോഫ്റ്റാണ്. ഒരു ഷൈനിങ്ങോട് കൂടിയിട്ടുള്ളതാണ്. ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു ഡോട്ടായിട്ടുള്ള ഡിസൈൻ വരണം. അതുപോലെ തന്നെ ഇതാണ് ഒരു താഴ്ഭാഗത്തേക്ക് വരുന്ന ഒരു ഡിസൈൻ. അതിന് നല്ല മനോഹരമായിട്ടുള്ള സെയിം ടിഷ്യൂ ഷിമ്മറിൽ തന്നെ പെട്ടിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതാ അറ്റത്ത് ഇങ്ങനെ ട്രസൽസ് ഒക്കെ വന്നിട്ട് നല്ല സുന്ദരമായിട്ടുള്ള ഒരു സെറ്റാണിത്. നല്ല സ്റ്റൈലിഷ് പീസാണ്. ബാക്ക് പോർഷൻ ഇങ്ങനെ വരും. സെയിം ഡിസൈനും കാര്യങ്ങളൊക്കെ ബാക്കിലും വരുന്നുണ്ട്. ഇത് മീഡിയം, ലാർജ്, XL, XXL എന്നുള്ള സൈസിലൊക്കെയാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. പ്രീമിയം കോട്ടണിൽ വരുന്ന നല്ല സ്റ്റൈലിന് കുർത്തിയാണ്. 3 പീസാണ്. നെക്ക് പോർഷൻ ഇങ്ങനെ ഒരു വി അല്ല, യു അല്ല, അങ്ങനെ ഒരു ഡിസൈനാണ്. അങ്ങനെ ഒരു കട്ടിങ്ങാണ് അതിന് വന്നിട്ടുള്ളത്. ചെറിയതായിട്ടുള്ള സീക്വൻസ് വർക്കും അതുപോലെ തന്നെ ബീഡ്സ് വർക്കൊക്കെ കാണാം, ഗോൾഡ് കളറിലുള്ളത്. ഇവിടെ ഒരു ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു വി ഷേപ്പ് പോലെ ആയിട്ട്
ഈ ഒരു സെൻറ്റർ പോർഷനിൽ ഇങ്ങനെ വരും. വെയർ ചെയ്യാൻ നല്ല സുഖമാണ്, നല്ല കംഫർട്ടാണ്. ഇതാ വളരെ നല്ലോണം ചുരുക്കോട് കൂടിയിട്ടാണ്, വളരെ സോഫ്റ്റ് തുണിയാണ്, അതുകൊണ്ട് നല്ല ചുരുക്കോട് കൂടിയിട്ടാണ്. പ്രീമിയം തുണിയാണ്, ധൈര്യമായിട്ട് ഉപയോഗിക്കാം. അനാർക്കലി മോഡലാണ്, സൈഡിൽ സ്റ്റിറ്റൊന്നുമില്ല, അനാർക്കലി പാറ്റേൺ. ഇവിടെ ഭംഗിയുള്ള ടസൽസൊക്കെ വന്നിരിക്കണം, രണ്ട് സൈഡിലും ടസൽസൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല സുന്ദരം പീസാണ്. താഴെത്തുമ്പോൾ ഇതുപോലെ തന്നെ നല്ല ഒരു ബോർഡറോട് കൂടിയിട്ടാണ് കുർത്തി അവസാനിക്കുന്നത്. നല്ലൊരു സുന്ദരം പീസാണ്. ബാക്കിലും ഇങ്ങനെ ഒരു കോട്ടാഡോറിയുടെയാണ് ദുപ്പട്ട, അത് പ്രത്യേകം പറയണം. ഒരു പർപ്പിൾ ഷെയ്ഡാണിത്, വയലറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു പർപ്പിൾ ഷെയ്ഡാണിത്. ഇതാ 4 സൈഡും ബോർഡറോട് കൂടിയിട്ടുള്ള ഒരു കോട്ടാഡോറിയ ദുപ്പട്ട. ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് പറയാം, പാൻറ്റ് വളരെ കൊച്ചു ഡിസൈനോട് കൂടിയിട്ട് ഇങ്ങനെ വരുന്നതാണ്, ചെറിയ ചെറിയ മോട്ടിഫുകളോട് കൂടിയിട്ട് ഇങ്ങനെ വരുന്ന പാൻറ്റാണ്. സ്ട്രെയിറ്റ് പാൻറ്റാണ്. ഇത് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ, ട്രിപ്പിൾ എക്സൽ എന്നുള്ള സൈസിൽ ലഭ്യമാണ്. നല്ല റോമൻ സിൽക്കിൽ വരുന്ന മെറ്റീരിയലാണ്. റോമൻ സിൽക്ക് എന്ന് പറയുമ്പോൾ ബാക്കി സിൽക്ക് മെറ്റീരിയലിൻ്റെ പോലെ വളരെയധികം നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അത് വാഷ് ചെയ്യാനും കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് വാഷ് ചെയ്യാം. ചെറിയൊരു ഷാമ്പു വാഷിങ്ങൊക്കെ മതിയാവും, വല്ലാത്ത ഒരു ഡിഫിക്കൽറ്റിയൊന്നും നമുക്ക് തോന്നില്ല. അപ്പോൾ സ്ലീവിൻ്റെ അറ്റത്തൊക്കെ ഇതിങ്ങനെ വരുന്നത് സ്കാലപ്പോട് കൂടിയിട്ട് ചെറിയ ചെറിയ എംബ്രോയിഡറിയും ചെറിയ സീക്വൻസ് വർക്കും വന്നിട്ട് ചെസ്റ്റ് പോർഷൻ നല്ല ഷാർപ്പ് ബി പോലെ വന്നിട്ട് ഇത്രയും വീതിയിലാണ് രണ്ട് ഭാഗത്തും എംബ്രോയിഡറിയും സീക്വൻസ് വർക്കും ഒക്കെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് വന്നിട്ടുണ്ട്. സൈഡിൽ സ്ലിറ്റ് ഉള്ളതാണ്, ട്രാൻസ്പെറൻ്റ് ഉള്ളതാണ്, നല്ല കട്ടിയുള്ള തുണിയാണ്, വളരെ ഫ്ലോയിയാണ്, നല്ല ഫ്ലോയിയാണ്. ബാക്ക് പോർഷൻ പ്ലെയിനാണ്, വളരെ പ്ലെയിനാണ്. ബാക്ക് മാത്രം ആയിട്ടുള്ളൊരു കളറായിട്ട് വരും. അതുപോലെ തന്നെ സെയിം മെറ്റീരിയൽ പെട്ടുള്ളതാണ്, റോമൻ സിൽക്കിൽ തന്നെ പെട്ടുള്ളതാണ് ദുപ്പട്ട. നല്ല നീളവും വീതിയൊക്കെ ഉള്ള ദുപ്പട്ടയാണ്. റോമൻ സിൽക്കിൽ തന്നെ പെട്ടുള്ളതാണ്. വാഷ് ചെയ്യാനൊന്നും യാതൊരു പ്രശ്നവുമില്ല. ഒരു സിൽക്കി ടൈപ്പുമാണ് താനും, എന്നാൽ അങ്ങനെ വേഗം കേടുവരുന്ന ഒരു ടൈപ്പേ അല്ല. നല്ലോണം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാണുമ്പോൾ ഒരു സിമ്പിൾ ലുക്കുമാണ്, എന്നാൽ നല്ലൊരു എലഗൻ്റ് ലുക്കും തരുന്ന നല്ലൊരു പീസാണിത്. സൈസ് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ എന്നുള്ള സൈസിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ലൊരു സ്റ്റൈൽ ആൻഡ് പീസാണ്. റോമൻ സിൽക്കാണ് മെറ്റീരിയൽ. ഒരു റെഡ് ഷെയ്ഡിലുള്ളതാണ് അടുത്തത്. സെയിം റോമൻ സിൽക്കിൽ തന്നെയുള്ളതാണ്, സെയിം ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെയാണ്. സ്കാലപ്പോട് കൂടിയിട്ട് സ്ലീവിൻ്റെ അതുപോലെ തന്നെ ഇങ്ങനെ നെക്ക് പോർഷനൊക്കെ സെയിം തന്നെയാണ്, സെയിം ഡിസൈനും, കളർ മാത്രം വ്യത്യാസമുള്ളൂ. സൈഡിൽ സ്ലിറ്റുള്ള ടൈപ്പാണ്. ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് വരും. ഒരു റെഡിൻ്റെ ഒരു റെഡും അല്ല മെറൂണും അല്ല, അതാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ളൊരു കളറ്. റെഡിലേക്ക് തന്നെ പറയാം, അത്ര തന്നെ. ഇത് റോമൻ സിൽക്കിൽ തന്നെ വരുന്ന പാൻറ്റാണ്, സ്ട്രെയിറ്റ് പാൻറ്റാണ്. റോമൻ സിൽക്കിൽ വരുന്നതാണ്. വൺ സൈഡ് എലാസ്റ്റിക്കേറ്റഡ് ആയിട്ട് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്, അങ്ങനെയുള്ള ഒരു പാൻറ്റാണ്. ദുപ്പട്ട നല്ല നീളവും വീതിയൊക്കെ ഉള്ള സെയിം അതേപോലെ തന്നെ നല്ല നീളവും വീതിയൊക്കെ ഉള്ള നല്ല ഡിസൈനർ പീസ് പോലെ. ഈ ഒരു ഡിസൈനൊക്കെ നല്ല സ്റ്റൈൽ ആൻഡ് ഡിസൈനാണ്. നല്ല സിൽക്ക് മെറ്റീരിയലിലൊക്കെ വരുന്ന അതേ ഒരു ഡിസൈനും ആ ഒരു ക്യൂട്ട് ഒരു കളർ കൊണ്ടും ഡിസൈൻ കൊണ്ടും ക്യൂട്ടാണ്. നല്ലൊരു സ്റ്റൈൽ പീസാണ്. ഇതും മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ എന്നുള്ള ഷെയ്ഡിലാണ്, സൈസിലാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായി. ആർട്ടിക്കിൾസൊക്കെ ലിമിറ്റഡ് പീസാണ്, അതുകൊണ്ട് എത്രയും വേഗം ഓർഡർ തരാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടുള്ള ആർട്ടിക്കിൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് 6282339766 എന്നുള്ള നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയയ്ക്കുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.